أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين لا أقسم بهذا البلد ഈ പവിത്രമായ പരിശുദ്ധമായ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, എന്താ അർത്ഥം? അങ്ങ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, അങ്ങ് ഈ നാടിലിറങ്ങി. അങ്ങ് ഈ നാടിലിറങ്ങിയതോടുകൂടി ഈ നാടിൻ്റെ പവിത്രതയും മഹത്വവും സ്ഥാനവും പദവിയും ഒക്കെ വാനോളം ഉയർത്തപ്പെട്ടു. പിന്നെ വാലിദിൻ വമാ വലദ്, ഓരോ പിതാവിനെ കൊണ്ടും അവരുടെ മക്കളെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും സത്യം. പിന്നെ വാലിദിൻ വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. 4 കാര്യങ്ങളെടുത്ത് സത്യം പറഞ്ഞല്ലേ. ഈ പരിശുദ്ധമായ നാടിനെ കൊണ്ടും അങ്ങയെ കൊണ്ടും ഈ നാട്ടിലിറങ്ങിയ അങ്ങയെ കൊണ്ടും, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ഓരോ പിതാവിനെ കൊണ്ടും മക്കളെ കൊണ്ടും സത്യം അല്ലേ. എന്താ പറഞ്ഞത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചു. ഫീ കബദ് എന്താ? കബദിലാട്ട്, ക്ലേശങ്ങളിലാട്ട്, പ്രയാസങ്ങൾ, എന്താണ്, വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിലാട്ട് നാം സൃഷ്ടിച്ചു. പിന്നെ അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, മനുഷ്യൻ വിചാരിച്ചുവോ അവൻ്റെ മേൽ, എന്താണ്, അല്ലൻ യഖ്ദിറ അലൈഹി, ആർക്കും അവൻ്റെ മേൽ കഴിവാവുകയില്ല, അല്ലെങ്കിൽ അവനെ അധീനപ്പെടുത്തുകയില്ല, അവൻ്റെ മുകളിലേക്ക് ആരും വരികയില്ല നാം വിചാരിച്ചുവോ, അല്ലെങ്കിൽ ആരും അവനെ കീഴ്പ്പെടുത്തുകയില്ല എന്ന് വിചാരിച്ചുവോ? പിന്നെന്താ പറഞ്ഞേ? അയഹ്സബു അല്ലം യറഹു അഹദ്, അവൻ വിചാരിച്ചു അവനെ ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെന്താ പറഞ്ഞേ? അലം നജഅൽ ലഹു ഐനൈൻ യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, അവൻ പറയുകയാണ് അഹ്ലക്തു മാലൻ ലുബദ, ഞാൻ ധാരാളം സമ്പത്ത് ചെലവഴിച്ചു എന്നവൻ പറയുന്നു. അയഹ്സബു അല്ലം യറഹു അഹദ്, അവൻ വിചാരിച്ചോ അവനെ ആരും കാണുകയില്ല എന്ന്. അലം നജഅൽ ലഹു ഐനൈൻ, നാം അവന് 2 കണ്ണുകൾ നൽകിയില്ലേ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ മനുഷ്യ ശരീരത്തിൽ നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം എടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, മനുഷ്യ ഈ അനുഗ്രഹത്തിന് നീ നന്ദി രേഖപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വലിസാനോ വശഫത്തേൻ, അള്ളാഹു പറയുകയാണ് നാം അവന് നൽകിയില്ലേ വലിസാനൻ, എന്തിനെ? നാവിനെ നൽകിയില്ലേ. വശഫത്തേൻ, 2 ചുണ്ടുകളെ നൽകിയില്ലേ. വലിസാനൻ നാക്കിനെ നൽകിയില്ലേ, വശഫത്തൈൻ 2 ചുണ്ടുകളെ നൽകി. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ശരീരത്തിലെ പല അവയവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഭയങ്കര ശക്തിയുള്ള അവയവങ്ങൾ അല്ലേ. മനുഷ്യൻ്റെ കൈ, കാല്, അതുപോലെ ബോഡി, അതൊക്കെ നമ്മൾ ഭയങ്കര ശക്തിയായിട്ട് നമ്മൾ കാണും. പക്ഷേ അതൊന്നുമല്ല എടുത്ത് പറയുന്നത്. വളരെ സെൻസിറ്റീവായ, വളരെ നേർത്ത അവയവങ്ങളെക്കുറിച്ചാണ് അള്ളാഹു എടുത്തത്. എന്നാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ അത്യത്ഭുതമായ അവൻ്റെ കഴിവുകൾ, അവൻ്റെ അജായിബുകൾ, അവൻ്റെ കുദറത്തുകൾ അള്ളാഹു അതിലൂടെ പറയുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത്, അനുഗ്രഹം എടുത്തു പറയുക. ഈ അനുഗ്രഹങ്ങളെ അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ട് മനുഷ്യ, നീ ഇതിൻ്റെ റബ്ബിന് നീ നന്ദി രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് കണ്ണ്, അതുപോലെ തന്നെ നാക്ക്, അതുപോലെ ചുണ്ട്, ഇതൊക്കെ എന്തിനാ അള്ളാഹു എടുത്ത് പറയുന്നത്? കാരണം മനുഷ്യന് നന്മയിലേക്കും തിന്മയിലേക്കും പോകാൻ കണ്ണ് മുഖേന, മനുഷ്യൻ ഹിദായത്തിൻ്റെ വഴിയും കാണാൻ പറ്റും, അതുപോലെ തന്നെ ലലാലത്തിൻ്റെ, പാപത്തിൻ്റെ വഴിയും കണ്ണുകൊണ്ട് മനുഷ്യനെ കണ്ടു പോകാം. അവൻ്റെ പ്രകാശം, ലൈറ്റ് എങ്ങോട്ട് തിരിക്കുന്ന വഴിയിലേക്ക് അവൻ പോകും അല്ലേ. പ്രകാശമാണ്.
അതുപോലെ തന്നെ കണ്ണില്ലാത്തവരോട് ചോദിച്ചാൽ കണ്ണിൻ്റെ മഹത്വം എന്താണ്, വില എന്താണെന്ന് മനസ്സിലാക്കും. അതേപോലെ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് സഹോദരങ്ങളെ നാക്ക്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ആ നാക്ക് കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ദറസിൽ നമ്മളെല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും. അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മൾ ചെല്ലുന്നത് പരിശുദ്ധമായ ഖുർആനാണെങ്കിലും ശരി, മറ്റ് ദിക്റുകളാണെങ്കിലും ശരി. ദിക്ർ എന്ന് പറയുമ്പോൾ എല്ലാം ദിക്റുകളാണ്. ഖുർആനും ദിക്റാണ്, നമസ്കാരം ദിക്റാണ്, നമ്മൾ ചെയ്യുന്ന ബാക്കി എന്തെല്ലാം അദ്കാറുകളുണ്ട് എല്ലാം ദിക്റാണ് അല്ലേ. ഒരാൾ ഹദീസ് വായിക്കുന്നു, അതും ദിക്റാണ്, കേൾക്കുന്നു. തഫ്സീർ പറയുന്നു, കേൾക്കുന്നു. ദീൻ പറയുന്നു, കേൾക്കുന്നു. അതെല്ലാം ദിക്റാണ്. തൗഹീദിൻ്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും ദിക്റാണ്. ഈ ദിക്റുകളെല്ലാം നമ്മൾ ഈ നാക്കുകൊണ്ടാണ് ചെല്ലുന്നത് അല്ലേ. അള്ളാഹു തന്ന നിഅമത്തുകളെ ഏറ്റവും പ്രധാനപ്പെട്ട 4 നിഅമത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് പറയുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാക്ക്. ഖൽബുൻ ഷാക്കിർ, ഇങ്ങനെ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന ഹൃദയം. പിന്നെ വബദനുൻ അലൽ ബലാഇ സാബിർ, പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്ന ശരീരം. വസൗജത്തുൻ ലാ തബഗിഹി ഹൗനൻ ഫീ നഫ്സിഹാ വലാ ഫീ മാലി സൗജിഹാ, തൻ്റെ ശരീരത്തിലോ ഭർത്താവിൻ്റെ ധനത്തിലോ വഞ്ചനയോ ചതിയോ കാണിക്കാത്ത ഭാര്യ, സാലിഹത്തായ ഭാര്യ. ഈ 4 നിഅമത്തുകൾ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തുകളായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. അതിൽ ആദ്യമായിട്ട് പറഞ്ഞ ഏതാണ്? ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാക്ക്. പ്രിയമുള്ളവരെ, ഈ നാക്കുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്നത്. അള്ളാഹു മനുഷ്യേതര ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിച്ചത് ഈ നാക്കുകൊണ്ടാണ് അല്ലേ. സംസാരിക്കാനുള്ള കഴിവ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. റഹ്മാനായ അള്ളാഹു അവൻ്റെ കാരുണ്യം അനുസ്യൂതം വർഷിക്കുകയാണ് അല്ലേ. അതിലേറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലമൽ ഖുർആൻ പഠിപ്പിച്ചത്. അവൻ്റെ കാരുണ്യത്തിൻ്റെ കരകാണാത്ത കടലാണ് അല്ലേ പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ടോ അല്ലമഹുൽ ബയാൻ, അവന് ബയാൻ പഠിപ്പിച്ചു കൊടുത്തു. ബയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ള കഴിവ്. മനുഷ്യേതര ജീവജാലം സാധാരണ എന്താണ് മനുഷ്യന് നിർവചനം കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഹയവാനുൻ നാത്തിക്, സംസാരിക്കുന്ന മനുഷ്യൻ. ഹയവാൻ എന്ന് മനുഷ്യനെക്കുറിച്ച്. മനുഷ്യേതര ജീവജാലങ്ങൾക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊടുത്തിട്ടില്ല, മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ, മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ ആളുകൾ നാക്കുണ്ട്, പക്ഷേ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഊമകളാണ്. കണ്ണുണ്ട്, കാണാൻ കഴിയുന്നില്ല. അള്ളാഹു തന്ന അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ തഅുദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ ലാ തുഹ്സൂഹ, ഒരിക്കലും അത് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടാണ് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നവരാണ്. പ്രിയമുള്ളവരെ, നാക്ക് എത്രത്തോളം വലിയ അനുഗ്രഹമാണ്. സംസാരശേഷി, കഴിവ് അള്ളാഹു നൽകിയത്. മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്ത് കൊടുത്തു, തൗറാത്ത് കിട്ടിയതിന് ശേഷം ദഅവത്ത് ഈസാ ഫിറൗനിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഫിറൗൻ്റെ അടുക്കലേക്ക് ദഅവത്തിന് പോകാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താ? റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ഹൃദയം നീ വിശാലമാക്കിത്താ പടച്ചവനെ. വയസ്സിർലി അംരി, എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കിത്താ പടച്ചവനെ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്നെ ഞാൻ സംസാരിക്കുമ്പോഴല്ല എൻ്റെ നാക്കിൻ്റെ ഒരു വ്യക്തതയില്ലായ്മ, അവ്യക്തത നീ മാറ്റി നല്ല രീതിയിൽ സംസാരിക്കാൻ ഉള്ള കഴിവ് എനിക്ക് താ പടച്ചവനെ എന്നല്ലേ. സ്വന്തം സഹോദരൻ ഹാറൂനെ കൂട്ടത്തിൽ വിടാൻ പറഞ്ഞു. എൻ്റെ സഹോദരൻ്റെ പ്രത്യേകത എന്താ? വഅഖി ഹാറൂൻ ഹു അഫ്സഹു മിന്നി. എൻ്റെ സഹോദരനുണ്ടല്ലോ നല്ല സംസാരത്തിൽ നല്ല സ്ഫുടതയുള്ള ആളാണ്. എത്ര വലിയ നിഅമത്താണത്. നമുക്ക് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും അല്ലാഹു തന്ന അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹി ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. വിശ്വാസികളെ, നിങ്ങൾ
അള്ളാഹുവിനെ അധികമായിട്ട് ദിക്ർ ചെയ്യുക, തസ്ബീഹ് ചെയ്യുക. ദിക്ർ ചെല്ലണമെങ്കിലും തസ്ബീഹ് ചെയ്യണമെങ്കിലും നമുക്ക് നാക്ക് വേണ്ടേ സഹോദരങ്ങളെ? നാക്കില്ലാതെ പറ്റുമോ? അള്ളാഹു തന്ന എത്ര വലിയ അനുഗ്രഹമാണ്. എത്രമാത്രം നമ്മൾ റബ്ബിനെ ശുക്ർ ചെയ്താൽ മതിയാവും. ഈ നാക്ക് സംസാരശേഷിയില്ല, എങ്ങനെ നമുക്ക് ഖുർആൻ ഷരീഫ് ഓതാൻ പറ്റും? അള്ളാഹു തന്ന അനുഗ്രഹമല്ലേ? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, നാക്ക് എത്രത്തോളം അനുഗ്രഹമെന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഓരോ നന്മകളും അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നന്മകൾ മുഖേന അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന ദർജകളിലേക്ക് അള്ളാഹു ഉയർത്തും. അതേപോലെ തന്നെ നാക്കുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ശരിയായ റൂട്ടിലൂടെ നാക്ക് സഞ്ചരിപ്പിച്ചില്ല എങ്കിൽ ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബഹിയായി കഴിഞ്ഞാൽ ഇതാ അസ്ബഹത്ത്, എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാവരും ഇങ്ങനെ കെഞ്ചിക്കൊണ്ട് നാക്കിനോട് പറയും. എല്ലാ അവയവങ്ങളും നാക്കിനോട് എന്താ പറയുന്നത്? നാക്കേ ഇത്തക്കില്ല, ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ കേട്ടോ. ഇതസ്തക്കംത ഇസ്തക്കംന, നീ നേരെയായാൽ ഞങ്ങളെല്ലാം നേരെയാവും. എന്താ പറയുന്നത്? നീ നേരെയായാൽ ഞങ്ങളെല്ലാവരും നേരെയാവും. വൈനി എവജ്ത, നീ വളഞ്ഞാലോ എവജ്ന, ഞങ്ങളെല്ലാവരും വളഞ്ഞു പോവും, ഞങ്ങളെല്ലാം വഴികെട്ടു പോവും. നീ നേരെയായാൽ ഞങ്ങളെല്ലാം നേരെ. മനുഷ്യൻ്റെ ചെയ്യുന്ന അമലുകൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു ഈമാൻ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ കൽബ് മുസ്തഖീമാകണമെന്ന്, അവിടെ ഹൃദയം നേരെയാകണമെന്ന്. ലാ യസ്തഖീമുൽ ഖൽബു ഇല്ലാ ബി ഇസ്തിഖാമത്തിൽ ലിസാൻ, ഹൃദയം ഇസ്തിഖാമത്ത്, അതിന് അടിയുറപ്പ് വേണമെന്നുണ്ട് എങ്കിൽ നാക്കിന് അടിയുറപ്പ് വേണം. നാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ഇതുണ്ട്. നാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു പറയാം. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ സൂറത്തു നൂറിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം, ഇഫ്കിൻ്റെ സംഭവം വിശദീകരിക്കും. ഇഫ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് അപരാധം പറഞ്ഞ സംഭവം വിശദമായ നിലയിൽ വിശദീകരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപരാധം പറയുകയും ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറ്റവിമുക്തയാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തൊന്നും 7 ആകാശങ്ങളുടെ മുകളിൽ നിന്നും ആയത്തുകൾ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ പെയ്തിറങ്ങി. ആര്? ഉമ്മുൽ മുഅ്മിനീൻ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അവരെ കുറ്റവിമുക്തയാക്കിക്കൊണ്ട്, അവരെ പതിവ്രതയാക്കിക്കൊണ്ട്, അവരെക്കുറിച്ച് ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം വെറും കള്ളമാണ്, അപരാധങ്ങളാണ്, അവിടെ എവിടെയൊക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നാക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവിടെ എവിടെയും കേട്ട കാര്യങ്ങൾ പറയല്ലേ. എന്നിട്ട് അള്ളാഹുവിന് എന്ത് ചെയ്ത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങി. ആ കൂട്ടത്തിൽ അല്ലാഹ് പറഞ്ഞെന്താ? ഇത്തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ഫീ ഖുലൂബി വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമ് വതഹ്സബൂനഹു ഹയ്യന വഹുവ ഇൻദല്ലാഹി അലീം. നിങ്ങളതിനെ നിങ്ങളുടെ നാക്കുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അവിടെ നിന്ന് ഇങ്ങനെ കേട്ട് വരുക. കേട്ട് പറയുന്ന കാര്യം നിങ്ങളങ്ങ് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടു അവളെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു. നിങ്ങളുടെ അടുത്ത ആളിലേക്ക് അത് പാസ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ കേട്ടു. ഇന്ന് സോഷ്യൽ മീഡിയ മാഷാ അല്ലാഹ് ശരിക്ക് നടക്കുവാണ് അല്ലേ? ഇങ്ങനെ കേട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേട്ട കാര്യങ്ങൾ പറയുകയാണ്. അല്ലാഹ് കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ കുല്ലമാ സമി. ഒരു മനുഷ്യന് കള്ളം പറയുന്നതിന് മതിയായതാണ് കേട്ട കാര്യങ്ങളെല്ലാം വിളമ്പുക എന്നുള്ളത്. കേട്ട കാര്യങ്ങൾ വിളമ്പുന്നത് ഒരു കള്ളം പറയുന്നതിന് കള്ളനാണെന്നുള്ളതിന് മതിയായതാണെന്ന്. നമ്മൾ സാറിന് പറയാമല്ലേ, ഞാൻ ഇങ്ങനെ കേട്ടു. അതിന് പറയാൻ പാടില്ല. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ശരിക്ക് അന്വേഷിച്ച് തബയ്യനു. ഇദാ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഏതെങ്കിലും ഫാസിഖീങ്ങൾ, നമുക്ക് വിശ്വാസമില്ലാത്ത ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും വാർത്തയുമായിട്ട് വൃത്താന്തങ്ങളുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ശരിക്കും അതിനെക്കുറിച്ച് വളരെ വിശദമായ ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തരുത്, കേട്ട കാര്യങ്ങൾ നിങ്ങൾ പറയരുതെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെയാണ് പറയുന്നത്.
അള്ളാഹ് പറയുകയാണ്, ഇത് തലക്കോനഹു ബിഅൽസിനതിക്കും തഖൂലൂന ബിഅഫ്വാഹിക്കും അലൈസലക്കും ബി. നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യം നാക്കൊണ്ടിട്ട് ഇങ്ങനെ പറയുകയാണ്, നാക്കൊണ്ട് പറയുകയാണ്. വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങളതിനെ വളരെ നിസാരമായി കാണുന്നു. വഹുവ ഇൻദല്ലാഹി അളീം, അതാകട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഗൗരവമായ കാര്യമാണ്. നിങ്ങൾ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുൻ നിസാ, മുഴുവൻ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും സയ്യിദത്തായൊരു മഹദിയെക്കുറിച്ചാണ് നിങ്ങൾ ഈ അപരാധം പറയുന്നത്. എന്തായി പറയുന്നത്? വിചാരാരോപണം. അല്ലാഹു തആല ശക്തമായ ആയത്തുകൾ ഇറക്കി. ആരൊക്കെ അതിനെ കൂട്ടുനിന്നോ അവരൊക്കെ എല്ലാവരെയും അല്ലാഹു ഒരാളെയും വിട്ടില്ല. എല്ലാവർക്കും അല്ലാഹു ശക്തമായ പണിഷ്മെൻ്റ് കൊടുത്തു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു തആല പറയാൻ അവരിങ്ങനെ സംസാരിക്കുന്നു, ഹൃദയത്തിലില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിൻ്റെ അടയാളം 3 എണ്ണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ 3 എണ്ണത്തിൽ ഒന്നെന്താണ്? ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയും. സംസാരിച്ചാൽ കള്ളം പറയും. അള്ളാഹു തആല കാത്തുരക്ഷിക്കും. ഒരു മുഅ്മിനെ സംബന്ധിച്ചൊരാൾ മുഅ്മിനു ലാ യക്ദിബ്, ഒരു മുഅ്മിൻ ഒരിക്കലും കള്ളം പറയത്തില്ല. ഒരു മുഅ്മിൻ ഒരിക്കലും, ഈമാനും കദിബും ഒരിക്കലും യോജിക്കത്തില്ല സഹോദരങ്ങളെ. ഈമാനും കദിബും ഒരിക്കലും യോജിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ വാക്കിൽ നിന്ന് അറിയാതെ കളവുകൾ വന്നു പോകും. അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് പറയും. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളൊക്കെ നമ്മൾ പറയുമ്പോൾ, ഞാൻ ചില റിവായത്തുകൾ കേട്ടു, അവിടുന്ന് കേട്ടെന്ന് പറയാൻ പാടില്ല. നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുള്ള അള്ളാഹുവിൻ്റെ റസൂലിന് സ്ഥിരപ്പെട്ടതാണെന്ന് പറയുന്ന ഹദീസുകൾ മാത്രമേ നമ്മൾ പറയാവുള്ളൂ. ഒരു സഹാബി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ മാഹി നജാത്ത്. എന്താ ചോദിച്ചേ? മാഹി നജാത്ത്. രക്ഷപ്പെടണം പഠിച്ചവനെ. എവിടെ രക്ഷപ്പെടണം? എവിടെ രക്ഷപ്പെടേണ്ടത്? ആഖിറത്തിൽ രക്ഷപ്പെടണം. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴി എന്താ? മാർഗം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നാക്കിനെ പിടിച്ചൊന്ന് പൂട്ടാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നാക്കിന്. വല്യസഅബൈത, അവിടെ ഇവിടെ ചുമ്മാ കറങ്ങി കിടക്കാതെ വീട്ടിനകത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. വബിക്കി അലാ ഖതീഅതിക്, നിൻ്റെ പാപങ്ങളെ ഓർത്ത് നീ കരയാൻ പറഞ്ഞു. എന്താ പറഞ്ഞ 3 കാര്യങ്ങൾ? അംസിക് അലൈക ലിസാൻ, നാക്ക് പിടിച്ച് പൂട്ടാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നാക്കിനെ പൂട്ടിയിടാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താ? വല്യസഅബൈത, വെറുതെ കറങ്ങി നടക്കാതെ വീട്ടിനകത്തിരിക്കാൻ പറഞ്ഞു. വബിക്കി അലാ ഖതീഅതിക്, നിൻ്റെ പാപങ്ങളെ ഓർത്ത് നീ കരയാൻ പറഞ്ഞു. അല്ലാഹ് പഠിച്ചോ നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ്. വലിസാനൻ വശഫത്തൈൻ, മനുഷ്യന് നാക്ക് നൽകിയില്ലേ അള്ളാഹു. വളരെ അർത്ഥവത്തായ വിശാലമായ അർത്ഥതലങ്ങളുടെ വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഇത് നേരെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ അവൻ യതകല്ലമു ബികലിമത്തിൻ മിൻ ദിൽവാനില്ലാഹ്, അള്ളാഹുവിന് തൃപ്തികരമായ ഒരു കലിമത്ത് അവൻ്റെ നാക്കുകൊണ്ട് പറയും. അവൻ അത് മുഖേന ഇർഫഉ ബിഹി ദറജാത്ത് ഫിൽ ജന്ന, സ്വർഗത്തിൻ്റെ ദറജകളിലേക്ക് അവൻ കയറിപ്പോവും. അല്ലേ? എത്രയോ കാലങ്ങൾ പാവങ്ങളിൽ മുഴുകിക്കഴിഞ്ഞ മനുഷ്യൻ ഒറ്റ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു മുഹമ്മദ്, ഒറ്റ കലിമയിലൂടെ അവൻ സ്വർഗവാസിയായി മാറി, സ്വർഗത്തിൻ്റെ അഹലുകാരനായി മാറി. കഴിഞ്ഞുപോയ പാവങ്ങളെല്ലാം അള്ളാഹുവിന് പുറത്തു കൊടുത്തില്ലേ? ഒറ്റ കലിമ. അതേ മനുഷ്യൻ്റെ നാവ് കൊണ്ട് തന്നെ പാപകരമായ കാര്യങ്ങൾ, ഗീബത്ത്, പരദൂഷണം, മനുഷ്യൻ കുഫറിലേക്ക് പോകുന്ന, പാപത്തിലേക്ക് പോകുന്ന, ദുൽമിലേക്ക് പോകുന്ന വാക്കുകൾ പറഞ്ഞാലോ അപകടത്തിലേക്ക് പോകും. വൈലിൽ കുല്ലി ഹുമസത്തിൽ ലുമസ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സൂറത്താണ്. സർവനാശവും എന്താണ്? കുത്തുവാക്കുകൾ പറയുന്നവർ. നിങ്ങൾ ഹുമസയുടെയും ലുമസയുടെയും അർത്ഥം തഫ്സീർ നമ്മൾ പഠിച്ചതാണ്. ഹുമസ എന്ന് പറഞ്ഞാൽ എന്താ മുസാവേ? ആംഗ്യം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക. കണ്ടോ അവൻ്റെ നടത്തം, കണ്ടോ അവൻ്റെ സംസാരം, കണ്ടോ ആംഗ്യം കൊണ്ട് ആക്ഷേപിക്കുക അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മഹദിയ സഫിയ അതന്നെ സഫിയ റളിയല്ലാഹു തആല.
അല്ലേ? സഫിയ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു സമയത്ത് സഫിയ റളിയല്ലാഹു തആല അല്ലേ? ആയിഷ റളിയല്ലാഹു അത് ഹഫ്സയാണോ? ഹഫ്സ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു സമയത്ത് ഹഫ്സ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയല്ലേ, മകളാണല്ലോ. പിന്നെ പറഞ്ഞു ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക്, പൊക്കം കുറഞ്ഞ ആളായിരുന്നു. ഇത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വരുന്ന ആയിഷ റളിയല്ലാഹു തആല അവരുടെ മഹത്വം ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ആയിഷ റളിയല്ലാഹു തആല എന്നൊക്കെ അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഭാര്യമാർ തമ്മിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ പറയുമല്ലോ. അപ്പം എന്ത് തങ്ങളെ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ആള് ഒരു കുറുകിയ ആളല്ലയോ എന്നുവെച്ചാൽ പൊക്കം കുറഞ്ഞ വെച്ചാൽ ഇത് ഞങ്ങളുടെ മുഖം അങ്ങ് ചുമന്ന് എന്താ പറഞ്ഞ്, ആയിഷ നീ പറഞ്ഞത് സൂക്ഷിക്കണം. കടലിലിട്ടാൽ, നീ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, കടലിലിട്ടാൽ കടൽ വെള്ളം പോലും മലീമസമാകും. അതുകൊണ്ട് നീ തൗബ ചെയ്യാൻ പറഞ്ഞു. ഒരാളെക്കുറിച്ച് ചെറിയൊരു വാക്ക്, അത് ഉമ്മുൽ മുഅ്മിനീൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോഴാണ് എൻ്റെ കടുപ്പം വന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വൈലിക്കുല്ലി ഹുമസത്തി ലുമസ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, നാക്കുകൊണ്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരെ ആക്ഷേപിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ സഹോദരൻ. ഒരാളുടെയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂനതകളുണ്ടാവും, കുറവുകളുണ്ടാവും, പോരായ്മകളുണ്ടാവും. ഒന്നും നമ്മളെടുത്ത് പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട്, തങ്ങളെ എനിക്ക് യുദ്ഖിൽനി അൽ ജന്ന വയുബാഇദ്നി മിനന്നാർ, സ്വർഗത്തിലേക്ക് കടക്കാനും നരകത്തിൽ നിന്ന് എന്നെ എനിക്ക് രക്ഷപ്പെടണം. അതിന് കുറച്ച് കാര്യങ്ങൾ, നീണ്ട ഹദീസാണ്. എല്ലാവരും ഹദീസ് പഠിക്കണം, മനഃപ്പാഠമാക്കണം. നമ്മുടെ ദാറുൽ ഖുർആൻ്റെ കീഴിൽ കുറച്ച് 40 ഹദീസെങ്കിലും നമ്മുടെ കൂട്ടുകാരൊക്കെ പഠിക്കണ്ടായോ? ഷുറുക്ക ഇതൊന്ന് പൂർത്തിയാക്കിയിട്ട് ജുസു അമ്മ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും 40 ഹദീസ് ഇൻഷാ അല്ലാഹ് എല്ലാവരും തൗഫീഖ് ആയിട്ട് പഠിച്ചവൻ ഇൻഷാ അല്ലാഹ് ഹദീസുകൾ പഠിക്കണം. നീണ്ട ഹദീസാണ്. സ്വർഗത്തിലേക്ക് കടക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞ് അവസാനമായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുആദേ കുഫ്ഫ അലൈക ലിസാനക്, നിൻ്റെ നാവിനെ നീ ഒന്ന് മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. നാവിനെ നീ ഒന്ന് ബ്രേക്ക് ചെയ്യണം. മുആദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്ഭുതപ്പെട്ട്, ഇതിനെ പിടിക്കാൻ പറഞ്ഞു, ഇതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നാക്കിനെ പിടിച്ചോണ്ടാ പറയുന്നത്. നാക്ക് പിടിച്ചോണ്ടാ പറഞ്ഞത് എന്താണ്? ഇതിനെ നീ ബ്രേക്ക് ഇടാൻ പറഞ്ഞു. മുആദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, വഇന്നാ ലമുആഖദൂന അലാ ഹസായിദി അൽസിനത്തിന, നമ്മുടെ നാവുകൾ ചെയ്ത ചെയ്തികൾക്ക്, പറയുന്ന സംസാരങ്ങളുടെ പേര് നമ്മൾ ആഖിറത്തിൽ അല്ലാഹു തആല പിടിക്കുമോ എന്ന് ചോദിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ യകുബ്ബന്നാസ അലാ മനാഖിരിഹിം, മനുഷ്യനെ മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഇല്ല ഹസായിദു അൽസിനത്തിഹിം, അവൻ്റെ നാവിൻ്റെ ചെയ്തികളല്ല, വേറെ എന്താ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സഹോദരങ്ങളെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയാം. വലിയ ഇബാദത്തും ദീനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. പുറത്തിറങ്ങിയ ചാരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരത്തില്ല. മറ്റുള്ളവരുടെ നന്മകൾ ഒരുപാടുണ്ടാവും, അതെല്ലാം അങ്ങ് മറച്ചു വെച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവുകളുണ്ടെങ്കിൽ അത് ചകഞ്ഞെടുത്തിട്ട് അതുപോലെ പറയും. അയാളങ്ങനെ ഉണ്ട്, ഷായത് ആൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി ചെറിയൊരു പ്രശ്നമുണ്ട്. വേറൊക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷെ ഇച്ചിരി. സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഉള്ള എല്ലാം നമ്മൾ മറച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നന്മകൾ നമ്മളെടുത്ത് പറയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല വഴി എന്താണ്? നമ്മുടെ നാവിനെ നമ്മൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ അതെ ചില ഘട്ടങ്ങളിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില ഇളവുകൾ, അതായത് വിവാഹാലോചന പോലെയുള്ള ചില വരുന്ന സമയത്ത് അത് അദ്ദേഹത്തിനോട് മാത്രം ഷെയർ ചെയ്യുക. ഇപ്പോൾ ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, പോകുന്നു. അപ്പം ആ മകളെക്കുറിച്ച്, വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെക്കുറിച്ച് ജാസിമിനറിയാം. ജാസിമിനോട് ചോദിക്കുമ്പം
എന്തെങ്കിലും പോരായ്മകൾ, കുറവുകളുണ്ട് എങ്കിൽ അത് പറയപ്പെടേണ്ട കുറവുകൾ, ജാസ്മിന് അറിയുന്ന കാര്യങ്ങൾ അത് മറച്ചു വെക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിനോട് മാത്രം പറയുക. വേറൊരാളിനോട് അത് ഷെയർ ചെയ്യാനും പാടില്ല. ഇതാ ആൾ കുഴപ്പമൊന്നുമില്ല, ഇതാ ഇന്ന ചില പോരായ്മകളുണ്ട്, ഡിഫക്റ്റുകളുണ്ട്, അതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് മാത്രമല്ല, ഇടപാടുകൾ നടത്തുന്ന സമയത്തും മറ്റുള്ള സമയങ്ങളിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ, കുറവുകളുണ്ട് എങ്കിൽ അത് നമ്മൾ എടുത്ത് പറയണം. അത് ആ പറയപ്പെടേണ്ട ആളിനോട് മാത്രം. ഇപ്പോൾ ഒരാൾക്ക് സാക്ഷി നിൽക്കുന്ന കാര്യം പറഞ്ഞു, ഒരാൾക്ക് സാക്ഷി പറയേണ്ട, ഇവിടെ കള്ളസാക്ഷ്യം പറയാൻ പാടില്ല. ഒരാൾ ഇയാൾ കക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇയാളെയോ കള്ളം കാണിച്ചൊരു ന്യൂനതയാണ് ഞാൻ പറയത്തില്ല എന്ന് പറയില്ല. അവിടെ സാക്ഷി നിൽക്കണം. കക്കുന്നത് ഞാൻ കണ്ടു, മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് തന്നെ പറയണം. അത് ന്യായാധിപൻ്റെ അടുക്കലാണ് പറയേണ്ടത്, എല്ലായിടത്തും പോയി പറയാൻ പാടില്ല. എവിടെയാണോ നമ്മൾ സാക്ഷി പറയേണ്ടത് അവിടെ നമ്മൾ സാക്ഷി പറയണം. സാക്ഷി പറയേണ്ട സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് അവിടെ ഒരു നീതി പുലരുന്നതിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്. മനസ്സിലായില്ലയോ? അല്ലാതെ ഒരാളുടെ കുറ്റവും കുറവും നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അയാളുടെ അയബ് വെളിവാക്കുന്നതിന് വേണ്ടിയാണ്. ആരുടെയും അഭിമാനിഷ്ഠത ഉണ്ടാക്കുന്നതൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല സഹോദരങ്ങൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിസാനു വശഫത്തൈൻ, അവന് നാം നൽകിയില്ലേ വലിസാനൻ, നാക്കിനെ നൽകിയില്ലേ, വശഫത്തൈൻ, അവന് 2 ചുണ്ടുകളെയും നാം നൽകിയില്ലേ. ചുണ്ടുകൾ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ എടുത്ത് നോക്കിയാലേ ഒരു ആയത്തിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആയത്തിന് നാക്കുകൊണ്ട് 2 ചുണ്ടുണ്ടെന്ന് പറഞ്ഞു. അത് നാക്കും 2 ചുണ്ടുകളുമുള്ള ആയത്താണെന്ന് പറഞ്ഞത്. ഏതായത്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആ ആയത്തിന് 2 നാക്കുകൊണ്ട് 2 ചുണ്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായത്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ലിസാനും ഉണ്ട്, 2 ഷഫത്തൈനും ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതായത്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അല്ല, ഒരായത്തിനെ കുറിച്ച് വേറൊരു ആയത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന് നാക്കുകൊണ്ട് 2 ചുണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. ഏതായത്താ അത്? ഒരു സമയത്ത് റസൂൽ, നിങ്ങൾ പഠിച്ച ആയത്താണത്, നമ്മുടെ ദാറുൽ ഖുർആൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ആയത്ത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെല്ലാം ഒരുമിച്ചെടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാ ഹിയ അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആൻ ഷരീഫിലെ ഏറ്റവും മഹത്തായ, ഗ്രേറ്റസ്റ്റായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചു. അപ്പം സഹാബാക്കളെല്ലാം മൗനമായിട്ടിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലൊരു സഹാബി, ആ സഹാബിയുടെ പേരെന്താണ്? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ആയത്തുൽ കുർസി. എന്താ പറഞ്ഞത്? ആയത്തുൽ കുർസി. എന്താണ് പറഞ്ഞത്? ആയത്തുൽ കുർസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല നെഞ്ചിൽ ഇങ്ങനെ തടയിക്കൊണ്ട് പറഞ്ഞു, ലിയഹ്നിക്കൽ ഇൽമ യാ ബൽ മുൻദിർ. പറയത്തില്ലേ മബ്രൂക്ക് ബറക്കല്ലാഹ് മാഷാ അല്ലാഹ് നമ്മൾ പറയത്തില്ലയോ? അള്ളാഹു നിൻ്റെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. ആരാ പറയുന്നത്? അള്ളാഹുവിൻ്റെ നിൻ്റെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആരാ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ളവരെ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ ചെയ്ത ദുആ അള്ളാഹ് അങ്ങ് സ്വീകരിച്ചു. ഇൽമിൽ വല്ലാതെ ബർക്കത്ത് ചെയ്തു. ബർക്കത്ത്, ആഴത്തിലുള്ള ബർക്കത്ത്. ഇൽമിൽ ബർക്കത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരാൾ സമ്പത്തിൽ ബർക്കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, ആ സമ്പത്ത് അതൊരനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ഐശ്വര്യവും ഖൈറും അള്ളാഹു നമുക്കെല്ലാം നൽകട്ടെ. അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ ഇൽമിൽ ബർക്കത്ത് കിട്ടുക എന്ന് പറയും. ഇൽമിന് ആഫിയായി കിട്ടുക, അതിൽ അള്ളാഹു ഖൈർ കൊടുക്കുക. എന്തൊരു ഭാഗ്യമാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ലിഹാദിഹിൽ ആയ ലിസാനൻ വശഫത്തൈൻ, ഈ ആയത്തിനൊരു നാക്കുകൊണ്ട് 2 ചുണ്ടുണ്ടെന്ന് പറഞ്ഞു. ഈ തമസ്സകു ബിഹ, അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അർശിൻ്റെ സാക്കിൽ അതിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് ഈ ആയത്ത് തുഖദ്ദിസുൽ മലിക്കുർ റഹ്മാനായ അള്ളാഹുവിനെ ഈ നാക്കുകൊണ്ട് എന്ത് ചെയ്യും? ഈ ആയത്ത് വാഴ്ത്തും പുകഴ്ത്തും. കാരണം അള്ളാഹുവിനെ കുറിച്ച് വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ആയത്താണ് ഇതിൽ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യ് അൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു അസ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ആയത്ത്. തുഖദ്ദിസുൽ മലിക്, ഈ നാക്ക്, ഇതിന് ആയത്ത് നാക്ക്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണമെങ്കിൽ നാക്കും വേണം, ചുണ്ടും വേണം, അല്ലേ? നാക്കും ചുണ്ടുമില്ലാതെ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന നാക്കും ചുണ്ടുമുള്ള ആയത്താണേത്? ആയത്ത് കുർസിയെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹു നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾക്ക് പാരായണം ചെയ്യാനും പകർന്നു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ശരീരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നാക്കിനെയും ചുണ്ടിനെയും അള്ളാഹു വേർതിരിച്ച് പറഞ്ഞില്ലേ? നാക്കും ചുണ്ടും ഇവിടെ അള്ളാഹു ഒരുമിച്ച് പറഞ്ഞിട്ടില്ല, അല്ലേ? നാക്കിനെയും ചുണ്ടുകളെയും വേറെയാണ് പറഞ്ഞത്. കാരണം എന്താ? മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ നിർഗളിക്കുന്നത് മനുഷ്യൻ്റെ മുഖത്താണല്ലേ, അല്ലേ? ആ മുഖത്തിലെ ശരീരത്തിന് എന്തെല്ലാം ഉണ്ടോ അതിൽ തന്നെ മനുഷ്യൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുന്നത് അവൻ്റെ ചുണ്ടുകളിലൂടെയാണ്. ഒരു മനുഷ്യൻ്റെ നല്ല സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, ചുണ്ടൊന്ന് മുറിച്ച് മാറ്റി നോക്ക്, പിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ചുണ്ട് മുറിച്ച് മാറ്റിയാൽ, ചുണ്ടം കട്ട് ചെയ്ത് നോക്ക്, എല്ലാ സൗന്ദര്യവും തീരും, അതോടുകൂടി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചുണ്ട് കൊണ്ട്, സഹോദരങ്ങളെ, നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ചുണ്ട് വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ചുണ്ട് വേണം, സംസാരിക്കണമെങ്കിൽ ചുണ്ട് വേണം, എല്ലാത്തിനും ഇത് വേണ്ടേ? വലിസാനൻ വശഫത്തൈൻ, നമ്മൾ ഖുർആനും പാരായണം ചെയ്യുന്നു, അതിന് നമുക്ക് ചുണ്ട് വേണ്ട. എല്ലാത്തിനും നമുക്ക് ചുണ്ടിൻ്റെ ആവശ്യമാണ്. ചുണ്ടില്ലാതെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ സഹോദരങ്ങളെ? നാക്കിനെ നൽകിയില്ല. അള്ളാഹ് പറയുകയാണ്, ഈ നാക്ക് അള്ളാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് തൃപ്തിപ്പെട്ട വഴി നാക്കിനെ ഉപയോഗിക്കണം, ഒപ്പം ഈ ചുണ്ടിനെയും എനിക്ക് തൃപ്തിപ്പെട്ട വഴിയിൽ തന്നെ ഉപയോഗിക്കണം. ചീത്തയാക്കല്ലേ, പീടി വലിച്ച് നിങ്ങൾ ഈ ചുണ്ട് ചീത്തയാക്കല്ലേ, കള്ള് കുടിച്ച് ചീത്തയാക്കല്ലേ, ആവശ്യമില്ലാത്ത തമ്പാക്കുമൊക്കെ വലിച്ചു കയറ്റി വെച്ച് നിങ്ങൾ ചിന്തയാക്കല്ലേ, ഉള്ള ലിപ്സ്റ്റിക്കെല്ലാം വരച്ച് കയറ്റി വെച്ച് ചിന്തയാക്കല്ലേ. ഇതെന്തിനു വേണ്ടി തന്നെയെന്നറിയാമോ? ഇതിനകത്ത് തന്നെ ഒരു സൗന്ദര്യമുണ്ട്, സൗരഭ്യമുണ്ട്, ഉള്ളത് നിങ്ങൾ ചീത്തയാക്കിക്കളയല്ലേ. ഇതെന്തിനു വേണ്ടിയാണ് തന്നത്? എനിക്ക് ദിക്ർ ചെയ്യാൻ വേണ്ടി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, എന്നെക്കുറിച്ച് പറയാൻ വേണ്ടി, ദീനിലേക്ക് ദഅവത്ത് കൊടുക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി, പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ചെയ്യുന്ന നന്മകളുടെ കൂട്ടത്തിൽ, അല്ലേ, ഒരു മനുഷ്യൻ ഒരുപാട് കൂടുതൽ ഒരു നന്മയും ചെയ്യാൻ പറ്റിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നന്മയെയും നീ നിസ്സാരമായി കാണല്ലേ. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ്, ഒരു നന്മയും നീ നിസ്സാരമായി കാണല്ലേ. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്, എന്താർത്ഥം? നിൻ്റെ സഹോദരനെ ഒരു പുഞ്ചിരിച്ച മുഖത്തോടുകൂടി കാണുന്നതും നന്മയാണ്, സദഖയാണ്. സഹോദരങ്ങളെ, ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുണ്ട് വേണ്ടേ? അല്ലാഹ് തന്നില്ലേ? ആ മുഖം ഒന്ന്, അല്ലേ, അത് സാധാരണ ആളുകൾ ഇങ്ങനെ വീർപ്പിച്ച മുഖം കൊണ്ട്, വാടിയ മുഖം, അങ്ങനെ ഒരാളെ നമ്മൾ കാണാൻ പാടില്ല. ഒരു മുഅ്മിൻ എപ്പോഴും പുഞ്ചിരിച്ച മുഖമാണ് സഹോദരങ്ങളെ, ചിരിച്ച മുഖം. ഹനീഫൊക്കെ എപ്പോഴും മാഷാ അല്ലാഹ് കണ്ടില്ലേ, എപ്പോഴും നല്ല ചിരിച്ച മുഖമാണ്. ഹനീഫാക്കൊക്കെ എന്തെല്ലാം വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കത്തില്ല. എപ്പോഴും അസ്സലാമു അലൈക്കും, മാഷാ അല്ലാഹ്, സന്തോഷമാണ്. അല്ലാഹ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ചിരിച്ച മുഖം. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിലൂടെ കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം അവനതെല്ലാം സന്തോഷമാണ്. അള്ളാഹു ദുനിയാവിലും നാളെ ആഖിറത്തിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർക്കും. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വലിസാനോ വശഫത്തൈൻ, അവന് നാം നാക്കിനെയും രണ്ട് ചുണ്ടുകളെയും നൽകിയില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അവയവങ്ങളെ, അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങളെ അവന് ഏറ്റവും തൃപ്തികരമായ വഴിയിൽ ഉപയോഗിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവൻ നമ്മൾക്ക് ഹറാമുകളിൽ, പാവങ്ങളിലേക്ക്, തെറ്റുകൾ, തിന്മകളിലേക്ക് ഉപയോഗിക്കാതെ, നാവ് കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാതെ പടച്ചവൻ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയ്യുഹാ വമൗലാഹാ യാ റബ്ബൽ ആലമീൻ. കാരുണ്യവാനായ അള്ളാഹു, ഇക്രമയുള്ള പടച്ചവനെ, കൃപയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ പാവങ്ങൾ നീ പുറത്തു തരണേ അള്ളാഹ്. അറിഞ്ഞോ അറിയാതെ വന്നുപോയ തെറ്റുകൾ നീ മാപ്പാക്കി തരണേ അള്ളാഹ്. ഞങ്ങളുടെ നാക്കിന് ബ്രേക്കിടാൻ ഞങ്ങൾക്ക് തോഫീക്ക് തരണേ പടച്ചവനെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, ഗീബത്ത്, പരദൂഷണം, പാപകരമായ കാര്യങ്ങൾ, തെറ്റുകൾ, കളവുകൾ പറയുന്നത് ഞങ്ങളുടെ നാവിനെ സൂക്ഷിക്കാൻ തോഫീക്ക് തരണേ പടച്ചവനെ. അള്ളാഹുയെ പടച്ചവനെ, അറിഞ്ഞോ അറിയാതെയും ഞങ്ങളുടെ നാവ് ഇങ്ങനെ ചലിപ്പിക്കുകയാണ് പടച്ചവനെ. എത്രയോ അനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ നാക്കുകൊണ്ട് പറയുന്ന പടച്ചവനെ, നീ മാപ്പാക്കി തരണേ അല്ലാഹ്. മാപ്പ് തരണേ പടച്ചവനെ. നിനക്ക് ദിക്ർ ചെയ്യുന്ന നാക്കാക്കിത്ത അല്ലാഹുവേ. നിനക്ക് ശുക്ർ ചെയ്യുന്ന കൽബ് തരണേ അല്ലാഹ്. നിന്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്ന ശരീരം തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹ്യങ്ങളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കണ്ണിനെ കുളിർമയാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ഒരു പൂങ്കാവനത്തിൽ ആഗ്രഹത്തോടെ ആവേശത്തോടെ പങ്കെടുക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും നീ സ്വീകരിക്കണേ പടച്ചവനെ. എല്ലാവരെയും നീ കബൂലാക്കണേ പടച്ചവനെ. ഓൺലൈനായിട്ട് ധാരാളം സഹോദരിമാർ ഖുർആനിൻ്റെ ദറസുകളിൽ പങ്കെടുക്കുന്നവരുണ്ട് പടച്ചവനെ. ഈ ദറസുകളൊക്കെ വിട്ടുപോകാതെ കേൾക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ധാരാളം സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് പടച്ചവനെ. അവർക്കൊക്കെ നീ വമ്പിച്ച പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. വമ്പിച്ച പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നീ കബൂലാക്കണേ പടച്ചവനെ. നീ സ്വീകരിക്കണേ പടച്ചവനെ. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഖിദ്മത്തിലായിട്ട് അല്ലാഹു അതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും അനുഭവിക്കുകയും ആസ്വദിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖ് തരണേ പടച്ചവനെ. ഈമാനിലായി, ഹിദായത്തിലായി, തഖ്വയിലായി, സുന്നത്തിലായി, തൗഹീദിലായുള്ള ജീവിതം ഞങ്ങൾക്ക് നസീബാക്കി താ അല്ലാഹ്. നിൻ്റെ കലാമിനെ പഠിക്കുന്നത് എന്തെന്നില്ലാത്തൊരാവേശമാക്കി താ അല്ലാഹ്. ആഗ്രഹമാക്കി താ അല്ലാഹ്. അനുഭൂതിയാക്കി താ പടച്ചവനെ. എല്ലാ പാപകരമായ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصل على النبي محمد وآله وصحبه أجمعين والحمد لله رب العالمين.